ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം നന്ദൻ. ഇന്ന് നമ്മൾ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് എല്ലാവരുടെ മുമ്പിലും വന്നിരിക്കുന്നത്. ഇൻട്രോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവരുടെയും വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന റവ ഉപ്മാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യേണ്ട കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. എന്നിട്ട് നമ്മൾ പാൻ ചൂടാകാൻ വെച്ചു. ഞാനിവിടെ 1 കപ്പ് റവയാണ് കേട്ടോ എടുക്കുന്നത്. റവ ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. കുറച്ചുകൂടെ സോഫ്റ്റായി കിട്ടും ഉപ്മാവ്. എന്നിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കുക. പിന്നീട് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഉഴുന്ന് പരിപ്പിടുക നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ ഇടുന്ന സാധനങ്ങൾ തന്നെയാണ്. വറ്റൽമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, പിന്നെ നല്ല ഫ്രഷ് കറിവേപ്പില. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ സവാളയും ചേർത്തിട്ട് അതും ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഉപ്മാവിന് 1 കപ്പിന് 1.25 കപ്പ് വെള്ളമാണ് കേട്ടോ അളവെടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഉപ്മാവ് നല്ല കട്ട കെട്ടാണ്ട് നല്ലോണം ഇളക്കി തന്നെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നതും നല്ലതാണ്. നമ്മൾ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് ടേസ്റ്റിന്, പിന്നെ കുറച്ച് തേങ്ങയും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുന്നത് ഉപ്മാവ് വീണ്ടും കൂടുതൽ കൂടെ സോഫ്റ്റ് ആവാനായിട്ട് സഹായിക്കും കേട്ടോ. ഞാനിവിടെ ഉപ്മാവ് കുറച്ചുകൂടെ ഒന്ന് അടിപൊളിയാക്കാനായിട്ട് കുറച്ച് മുട്ടയും കൂടെ ചിക്കിയിട്ട് അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. വേറൊന്നുമില്ല, മുട്ടയും കുറച്ച് ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ മുട്ടയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനുള്ള ചൂട് ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ.